രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിനാണ് നാളെ തുടക്കമാകുന്നത്. വീണ്ടും ഒരു തുടർഭരണം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുമ്പോൾ വാർഷികാഘോഷത്തിനും പ്രാധാന്യം ഏറെയാണ്. കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് രാവിലെ 10 മണിക്ക് വാർഷികാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനാകും. എല്ലാ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കും. ജനകീയ കൂട്ടായ്മയിൽ ഒരുങ്ങുന്ന വാർഷികാഘോഷം ജില്ലയിൽ 27 വരെ തുടരും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലയിലും യോഗങ്ങളും മേഖല തിരിച്ചുള്ള കൂടിച്ചേരലും ഉണ്ടാകും. ഇവയാണ് പ്രധാന പരിപാടികൾ. എല്ലാ പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കും. സർക്കാരിന്റെ നേട്ടങ്ങളും വരും വർഷത്തെ പ്രധാന പരിപാടികളുടെ വിശദീകരണവും യോഗങ്ങളിൽ നടക്കും. മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കുന്നത് സർക്കാർ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 9 വർഷം LDF സർക്കാർ കേരളത്തെ ശരിയായ പാതയിൽ ഉറപ്പിച്ചു നീങ്ങിയതെങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന പ്രദർശനമാണ് ആഘോഷത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത. കാലിക്കടവിലെ പീലിക്കോട് പഞ്ചായത്ത് മൈതാനത്തിൽ 73,923 ചതുരശ്ര അടിയിൽ തയ്യാറാക്കിയ പന്തലിലാണ് പ്രദർശനം. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് സർക്കാർ നേട്ടങ്ങൾ പരിപാടിയിൽ ഉയർത്തിക്കാട്ടും. നവകേരളത്തിനായി ഇനിയും പിന്തുടരേണ്ട വഴികൾ സംബന്ധിച്ച ചർച്ചകളും യോഗങ്ങളിൽ ഉണ്ടാകും. വൈകിട്ട് 4 മണിക്ക് കാഞ്ഞങ്ങാട് LDF ജില്ലാ കമ്മിറ്റി ബഹുജന റാലിയും സംഘടിപ്പിക്കുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷം 4ാം വാർഷിക സമ്മേളനം ബഹിഷ്കരിക്കുകയാണ്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.